തൃശ്ശൂർ മണ്ഡലത്തിലെത്തുകയാണ്. അതെ, വടക്കുന്നാഥന്റെ മുന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന്. ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ വിശേഷങ്ങളാണ് വോട്ടർ ഓൺ വീൽസ് അന്വേഷിക്കുന്നത്. ഇനി തൃശ്ശൂരിന്റെ വിശേഷം. അപ്പോൾ തൃശ്ശൂരിന്റെ കാഴ്ചകളിലേക്ക്. തൃശ്ശൂർ മണ്ഡലത്തിന്റെ ഒരു പുലർച്ചെയാണ് നമ്മൾ കാണുന്നത്. ഫിഷ് മാർക്കറ്റിലാണല്ലോ. രാവിലെ ശക്തൻ മാർക്കറ്റ് തൃശ്ശൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ്. ചേട്ടാ നമസ്കാരം. രാവിലെ തന്നെ തുടങ്ങിയല്ലേ? രാവിലെ നമ്മൾ 4 മണിക്ക് ഇവിടെ എത്തും. മാർക്കറ്റിൽ മൊത്തത്തിൽ മീൻ കുറവാണ്. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം ഇപ്പോ ഇച്ചിരി കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഉണർവിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. തോന്നുന്നല്ലേ സ്റ്റാർ ഇപ്പൊ കിട്ടാനില്ലാത്ത ആള് മത്തിയാണ്. ഒരു കച്ചവടക്കാരന് ലൈനിൽ പോകാൻ പറ്റില്ല. മത്തി നമ്മൾ 360 ദിവസം കഴിക്കും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ കഴിക്കുന്ന മീനുകളാണ്. കിട്ടുമ്പോൾ കഴിക്കും. അതിനിടയിലെ ഈ തൃശ്ശൂരിലെ ഇലക്ഷനിലെ സ്റ്റാർ ആരാ? തൃശ്ശൂർ ഇപ്പോൾ സുനിലേട്ടൻ എന്ന് പറഞ്ഞ ആള് കുറച്ച് നേരത്തെ വർക്ക് തുടങ്ങി, നേരത്തെ തീരുമാനമായി. അത് കാരണം ഇവിടെ 100% സുനിലേട്ടനാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തർക്കത്തിന്റെ ഒടുവിലാണ് തീരുമാനിച്ച സ്ഥാനാർത്ഥിനെ മാറ്റിയിട്ടാണ് ഇപ്പോൾ മുരളീധരന് നിൽക്കേണ്ടി വന്നത്. സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗതി കെട്ടിട്ട് ഒരു സ്ഥാനാർത്ഥി വെറും ഒരു MP എന്ന് പറഞ്ഞിട്ട് മത്സരിച്ചാൽ അവർ കൂടെ രക്ഷയില്ല എന്നറിയാം. അപ്പോൾ ജയിച്ച കേന്ദ്രമന്ത്രി അങ്ങനെയാണ് ഒരു ഓഫർ. അങ്ങനെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഇവിടെ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കേരളത്തിൽ എന്തായാലും നടക്കില്ല. ആളിവിടെ തൃശ്ശൂര് വർഗീയത കലക്കി കൂട്ടിക്കൊഴിച്ചതിന്റെ ഏറ്റവും വലിയ സ്ഥലമാണ് തൃശ്ശൂര്. അപ്പൊ തൃശ്ശൂര് എന്തായാലും ആൾക്ക് രക്ഷയില്ല. ഇവിടെ വേവില്ല എന്ന് മാത്രമല്ല, ആള് ഇതോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കും. അങ്ങനെ കൂടി ഉണ്ട്. അവസാനത്തേതായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ സുനിലേട്ടൻ എന്ന് പറഞ്ഞ ഒരു വേറെ വൈബാണ്. സുനിലേട്ടൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരൊരു അഹങ്കാരം തന്നെ പറയാം. അങ്ങനെ അത്ര സ്നേഹം ആള് സാധാരണക്കാരിലേക്ക് ഇറങ്ങി തരുന്ന മനുഷ്യനല്ല. ഇപ്പൊ തൃശ്ശൂർ പൂരം വന്നാലും മറ്റുള്ളവരുമാരുന്നല്ല. ഒറ്റയ്ക്കല്ലേ കോവിഡ് സമയത്ത് ഒറ്റയ്ക്ക് ഈ മാർക്കറ്റിൽ വന്ന ആള് എന്ത് സ്കൂളായിട്ട് ആള് നടക്കണ്, സാധാരണക്കാരന്മാരല്ലേ നടക്കണ്. അതല്ലേ നമുക്ക് വേണ്ടത്. അടിപൊളിയാണ് ആളിപ്പോ മന്ത്രിയായിരുന്നപ്പോ എന്തോരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൾക്ക് അത്ര ഫാൻസുകാരൻ ആൾക്ക് അല്ല. പിന്നെ തൃശ്ശൂരിലൊക്കെ ആനകൾക്കൊക്കെയാണ് ഫാൻസ് ഉള്ളത്. അതുപോലെ സുനിലാണ്ട് ഭയങ്കര ഫാൻസ് എന്ന് പറയാലോ. ഈ TN പ്രതാപനെ മാറ്റിയിട്ട് K മുരളീധരനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അല്ല അവര് രണ്ടുപേരും നിന്നിട്ട് ഇവിടെ എന്തൊരു കാര്യം? പ്രതാപ് ഇവിടെ വന്നിട്ട് അന്നോട്ട് ചോദിച്ചു താറ്റ പറഞ്ഞു പോയതാ. പിന്നെ ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ടൊന്നുമില്ല. എന്നിട്ട് കാര്യം അപ്പോൾ സുനിലേട്ടൻ വരണം. ജയിച്ചാലും ഈ സ്ഥാനാർത്ഥികളെ ഇതിലെ കോൺസിലെ നിൽക്കുന്ന ഉറപ്പില്ല. ഇത് ജയിച്ചാൽ ഞാൻ BJP-ലേക്ക് അല്ല. ഇവര് അത്ര പേര് നിൽക്കും. ഇപ്പൊ പത്മനാഭന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു തലേ ദിവസം വരെ എന്താ പറഞ്ഞ ഞാൻ പോയില്ല എന്ന് പറഞ്ഞ ആളല്ല. പിന്നെ ഒരു സുപ്രഭാതം നോക്കി പറഞ്ഞു BJP-ക്ക് ആള് കാൻഡിഡേറ്റ് മറ്റേ അംഗത്വം സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഡൽഹി പോയിട്ട് പിന്നാലെ മുരളീധരനും പോകും. ഇടയ്ക്കിടയ്ക്ക് പോയോണ്ടിരിക്കില്ല. കച്ചവടക്കാരനാ എങ്ങനെയുണ്ട്? കച്ചവടം ഉഷാറാണോ? ഞങ്ങള് കുറച്ച് ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നാ. തീർച്ചയായും ഇലക്ഷൻ ചോദിച്ചോളാം. എങ്ങനെയുണ്ട് ഇവിടെ നമ്മുടെ സുനിൽകുമാറിനെ വേറെ ഒരു ചോദ്യമില്ല. അത് സുനിൽകുമാറിന്റെ പ്രാവശ്യത്തെ പ്രത്യേകത പറഞ്ഞാൽ വൻപിച്ച ഭൂരിപക്ഷമായിരിക്കും. കാരണം എതിരാളികൾ തീരെ ശക്തരല്ല. രണ്ടുപേരും സുനിൽകുമാറിനെ ഒരിക്കലും ഇല്ല. ഒരു കുളം തോണ്ടിയുണ്ടോ ഒരു ചേറുകൊണ്ടോ വോട്ട് കിട്ടു. മാതാവിന് കിരീടം കൊടുക്കുന്നു. കിരീടം കൊടുത്തിട്ട് എന്താ കാര്യം? ഞാനിപ്പോ ദാനം ചെയ്യണ്ട, ഒരുപാട് പേർക്ക് ദാനം ചെയ്യുന്നുണ്ട്. ഞാൻ വോട്ട് വെച്ച ആൾക്കാർ തരുമോ? രാഷ്ട്രീയം പറയണം, നാടിന് നന്മ ചെയ്യണം. കഴിഞ്ഞ കൃഷിമന്ത്രിയായിട്ട് ചെയ്ത് റെക്കോർഡ് കാര്യങ്ങൾ ചെയ്ത് സുനിൽകുമാർ ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞാല് ഒരു പായ എഴുതി കഴിയില്ല. അതുപോലെ മുരളീധരൻ വടകരയിൽ നിന്ന് വന്ന ആൾക്ക് തൃശ്ശൂർ എന്താ കാര്യം? കൊല്ലത്ത് നിന്ന് വന്ന ആൾക്ക് തൃശ്ശൂർ എന്താ കാര്യം? തൃശ്ശൂരുകാരൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് തൃശ്ശൂരിന് മാത്രമേ പറ്റുള്ളൂ. നാട്ടുകാരും നാടും അറിയണം. നാടിന്റെ സ്പന്ദനം അറിയാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. വെറുതെ വിരുന്ന് വന്ന് പോണവര് വിരുന്ന് വന്ന് ഭക്ഷണം കഴിച്ചു പോട്ടെ. ഞങ്ങളെ കുറച്ച് ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നാ. തൃശ്ശൂർ എങ്ങനെയുണ്ട്? തൃശ്ശൂർ പൊളിയാ. തൃശ്ശൂർ ഇലക്ഷൻ എങ്ങനെയുണ്ട്? ആരായിരിക്കും ഇവിടെ ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നത്? ഇപ്പൊ ഇവിടെ എന്തായാലും ഉറപ്പ് നിശ്ചിതമായിട്ട് ജയിക്കും സുനിൽകുമാർ. എന്താ വെച്ചാൽ ആള് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിട്ട് നിന്ന് 5 കൊല്ലം കൊടുത്ത നല്ല വികസനമാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ എല്ലാരും ഏത് പാതിരിക്കയിലും ആളുടെ അടുത്ത് പോയാൽ രാത്രിയിലും സുനിയാട്ടാന്ന് പറഞ്ഞാൽ നാളെ കൈയോടെ എപ്പോ ആണെങ്കിലും ഇവിടെ എത്തും. ഈ മറ്റു 2 സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്താ അഭിപ്രായം? മറ്റിപ്പോ മുരളീധരൻ വോട്ട് ചെയ്യാണ്ടിരിക്കാൻ നല്ല BJP-ക്ക് വോട്ട് ചെയ്ത പോലെ. എന്താ വെച്ചാൽ അവര് ഡീലാണ്. പത്മജ ഇപ്പൊ പോയി, അടുത്തത് മുരളീധരൻ. 100% ഉറപ്പാണ്. അത് മുരളീധരൻ അടുത്ത BJP-ക്കുള്ള കാൻഡിഡേറ്റ് ആണ്. അല്ലെങ്കിൽ അടുത്ത നിയമസഭ വരാം. അതിനപ്പുറം നീളില്ല. അല്ല ഇവിടെ സുരേഷ് ഗോപി വലിയ ഓളം ഉണ്ടാക്കുന്നൊക്കെ പറയുന്നത്. കുറച്ച് വോട്ട് കൂടുതൽ കിട്ടുന്ന 3ാം സ്ഥാനത്തേക്ക് തന്നെ ആള് പോകും. ആളുടെ വായലുള്ള നാമപത്രം നല്ലതല്ലാറും. അതാണ് ഏറ്റവും വലിയ തെറ്റ്. കിരീടമൊന്നും കൊടുത്ത കാര്യമില്ലെന്നാണ് പറയുന്നത്. കിരീടം കൊടുത്ത മാതാവിനെ തട്ടി കളഞ്ഞില്ലേ?
എന്താ ഇവിടുത്തെ ഇലക്ഷന്റെ ഒരു ചൂട്? ഇവിടെ സുനിൽ കുമാറിലുണ്ട് അതിനപ്പുറം ഒരു പേരില്ല. ഒരു പേരില്ല. ഈ നാട്ടിലറിയുന്ന നമ്മറിയുന്ന ആളെ ജയിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാ ഇവിടെ സ്കോപ്പ്? ഞങ്ങളെ കുറച്ച് ഇലക്ഷൻ വിശേഷങ്ങൾ അറിയാൻ വന്നതാ. എന്തൊരു വിശേഷം അറിയണ്ട. എന്താ ഇപ്പൊ തൃശ്ശൂരിന്റെ ഒരു വിശേഷം? ഇലക്ഷൻ തുല്യ പോരാട്ടം നടക്കണം. അപ്പൊ LDF സാധനം എല്ലാവരും പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താ എല്ലാവർക്കും അറിയാലോ. കേരളത്തിന് പുറത്ത് നടക്കുന്ന സംഭവങ്ങള് കേരളത്തില് ഇലക്ഷൻ അത് ബാധിക്കും. ഉദാഹരണം മണിപ്പൂര്. അതെ, മണിപ്പൂര് നടന്ന സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തിലായിരിക്കും അല്ലേ? അതെ. പിന്നെ ഇവിടെ ചോദിക്കുവോ അത്? മറ്റു സംസ്ഥാനങ്ങൾ അത് ഏൽക്കില്ലെങ്കിൽ ഇവിടെ നിൽക്കും. തൃശ്ശൂരുകാർ ചോദിക്കുവോ ചോദിക്കും. മണിപ്പൂരിൽ എന്തുകൊണ്ട് മിണ്ടിയില്ല? അതൊക്കെ ചോദിക്കും. ചോദിച്ചേ പറ്റൂ. അപ്പൊ കിരീടം കാര്യമില്ല. കിരീടം കൊടുത്തിട്ട് എന്തെങ്കിലും കിരീടം കൊടുക്കണമെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ആൾക്കാരല്ലേ നമ്മുടെ വീട്ടിൽ വരണ പോലെയാണ്. അതല്ലേ, സ്വന്തം വീട്ടിലൊന്നും രാവിലെ മത്തിയാണോ? സൂപ്പർ നാടൻ ചാള. കിലോയ്ക്ക് എത്രക്കാ കൊടുക്കുന്നത്? ഞാൻ 180 ലാസ്റ്റ് തരാം. 200 വില. 200 വില 180. ഞങ്ങളാണോ 180 തരുന്നത്? ഇലക്ഷൻ എങ്ങനെയുണ്ട്? ഇലക്ഷൻ കുഴപ്പമില്ല, അടിപൊളി. അടിപൊളി. എന്താണ് സുനിലേട്ടൻ ജയിക്കുന്നതാണ് 100% അഭിപ്രായം. ആണോ? ജയിക്കണം. നമുക്ക് വർഗീയതയും വേണ്ട, വർഗീയത കൂട്ടുള്ളവരും വേണ്ട. അവരൊക്കെ അങ്ങ് മാറുന്നുണ്ട്. നമ്മൾ മാത്രം മതി. പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. വർഗീയതയും വേണ്ട, വർഗീയതയ്ക്ക് കൂട്ടു നിൽക്കുന്നവരും. കറക്റ്റ് ആയിട്ട് പറഞ്ഞു വെക്കുന്നില്ല വർഗീയതയുടെ വേവില്ല, എത്ര വെച്ചാലും വേവില്ല. അപ്പൊ ഈ സുരേഷ് ഗോപി ഇവിടെ കിരീടം കൊടുക്കുന്നു, ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു, പ്രധാനമന്ത്രി വരുന്നു, ഇതൊക്കെ കാണുന്നില്ല നിങ്ങളൊക്കെ? എല്ലാം കണ്ട് എല്ലാവരും നാടകം. അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് നടക്കും. പൊക്കോളും. നമ്മൾ ജനങ്ങള് പ്രതി മലയാളികളെ ചിന്തിച്ച് ആലോചിച്ചോളൂ. എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് ഇഷ്ടം. ഉത്തരേന്ത്യയിൽ UP അല്ല, കേരളമാണ്. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി മാർക്കറ്റ് തൊട്ട് ചായക്കട. ചേട്ടാ നല്ല ഉഷാറാണോ? അടിപൊളി. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ചൂടുണ്ടോ? അത് ഞാൻ ചോദിക്കാൻ പറ്റും. ഇലക്ഷൻ ചൂടുണ്ടോ? അപ്പൊ എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇപ്പൊ നമുക്ക് സുനിയേട്ടൻ ജനപ്രിയനാണ്, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വരുന്ന ആളാണ്. അപ്പൊ അത് നമ്മള് കോവിഡും കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ആളെ ഇടപഴക്കവും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാം. അതിന്റെ പേരിൽ ആള് വ്യത്യസ്തനാണ്. മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾ എങ്ങനെയാ? സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഒരു പ്രകസനം കൊണ്ട് നടക്കുന്നുണ്ട്. ഇനിയിപ്പോ ആദ്യം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആൾക്ക്. പക്ഷെ സുനിയേട്ട സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോ പ്രതീക്ഷയൊക്കെ മാറി. ചേട്ടനെ രാവിലെ തന്നെ പണിയൊക്കെ തീർത്തിട്ട് അല്ലേ? മീനൊക്കെ താഴുണ്ട്. അതൊക്കെ മീനൊക്കെ വിട്ടിട്ട് വരുന്നത്. നല്ല മീൻ മേടിച്ചാ? തൃശ്ശൂര് നോക്കിയാൽ VS സുനിൽകുമാർ ഏറ്റവും കുറവിന്റെ ഭൂരിപക്ഷം പറയണട്ടാ. 50,000 വോട്ടിന്റെ ലീഡാണ് ഏറ്റവും കുറഞ്ഞത്. അതിന് കൂടുതലൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സുനിൽകുമാർ വന്നതിന് ശേഷം വൺമാൻ ഷോ. വേറെ ഒന്നുമില്ല. സുനിൽകുമാറിന്റെ വരവോട് കൂടിയിട്ട് പ്രതാപം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അത് തന്നെ പറയാം. പ്രതാപം ഓടി, ആൾക്ക് മനസ്സിലായി. കാരണം സുനിൽകുമാറിനെ പ്രതാപിന് ക്ലിയർ ആയിട്ട് അറിയാം. അതിനു മുമ്പ് സുരേഷ് ഗോപി നല്ല ട്രെൻഡോട് കൂടി വന്നാണ്. താമര വിരിയുന്നൊക്കെ പറയുന്നവര്. താമര കുളത്തിൽ വിരിയും. താമര കുളത്തിൽ വിരിയും. തൃശ്ശൂർ വിരിയൂല. തൃശ്ശൂർ എന്നല്ല, കേരളത്തിൽ ഒരിടത്തും വിരിയില്ല. സുരേഷ് ഗോപി എടുക്കാൻ പറഞ്ഞ് കുറെ ആയില്ലേ. ഇപ്പോഴും ഇനിയും ഇത് പൊങ്ങൂല. പൊങ്ങൂലെന്ന് മാത്രമല്ല, അങ്ങനെ സുരേഷ് ഗോപിക്ക് എടുക്കാൻ പറ്റിയ സംഭവം എന്നല്ല. അത്ഭുതപ്പെടുത്തി കളഞ്ഞു തൃശ്ശൂരിൽ. എവിടെയും സുനിൽകുമാർ. നമ്മള് തൃശ്ശൂർ ആനപ്രേമികളുടെ കൂടെ നാടാണ്, ഇവിടെ സുനിൽകുമാർ പ്രേമികളുടെ നാടാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട്. തൃശ്ശൂരിന്റെ ഒരു കൊമ്പനാണ് സുനിൽകുമാർ എന്ന് ഒരു സംശയം വേണ്ട. കാരണം ഒരു മനുഷ്യനും എതിരഭിപ്രായമില്ല. അത് മാത്രമല്ല, കൃത്യമായ രാഷ്ട്രീയം തൃശ്ശൂരുകാർ പറഞ്ഞു വെക്കുന്നത്. തൃശ്ശൂരിന്റെ രാഷ്ട്രീയം അതിൽ എന്നെ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത്, ഇവിടെ വർഗീയത വാഴില്ല, അതിന് കൂട്ടു നിൽക്കുന്നവർ ഇവിടെ വാഴില്ല. ആ പരിപ്പ് ഇവിടെ വേവുന്ന സാഹചര്യമേ ഇല്ല എന്ന് ഉറപ്പിച്ച് തൃശ്ശൂർ പൊക്കാൻ നടക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. തൃശ്ശൂർ മനസ്സിലിരിപ്പ് അങ്ങനെ പൊക്കിയാൽ പൊങ്ങില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ആണെന്ന് തോന്നല്ലോ. എപ്പോ തുടങ്ങും രാവിലെ വർക്ക്? ഇവിടെ 2 മണി തൊട്ടിട്ട് തുടങ്ങും. 2 മണിക്ക് 2 മണി തൊട്ടിട്ട് ഇറക്കൽ തുടങ്ങും. ഒരു 3 മണി തൊട്ടിട്ട് കയറ്റൽ തുടങ്ങും. ഈ ജോലി തിരക്കിനിടയിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പറ്റാത്ത പോകുന്നുണ്ടോ? ചർച്ച ചെയ്യാറുണ്ടല്ലോ. രാഷ്ട്രീയം ഇവിടെ സുനിൽകുമാറിനെ ജയിക്കുള്ളൂ, വേറെ ഒരാളും ജയിക്കില്ല, ഉറപ്പാണ്. ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ശക്തൻ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഈ പച്ചക്കറി മാർക്കറ്റിൽ എന്നിട്ട് ചെയ്തേക്കണേ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞു പോയിട്ടില്ല. ഇവിടെ സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ച വിളിപ്പുറത്താണ്. ആള് മന്ത്രി ആയിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും നമ്മളൊരു കാര്യങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ള ആളാ. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആള് വിളിപ്പുറത്താണ്.
100% സുനിൽകുമാർ ജയിക്കും. തർക്കമില്ല കാര്യത്തിൽ. വേറെ ഒന്നും നോക്കാല്ലേ, എന്തായാലും സുനി ചേട്ടൻ തന്നെയാ ജയിക്കുള്ളൂ. അതിൽ യാതൊരു മാറ്റം. വോട്ടെണ്ണതിന് മുമ്പ് തന്നെ ജയിച്ചു. ഞങ്ങള് തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ സുനി ചേട്ടൻ എന്തായാലും ജയിക്കും. അതിലിപ്പോ യാതൊരു സംശയമില്ല. തൃശ്ശൂർക്കാർക്ക് ഒരു സംശയമില്ല. ഇവിടെ നമ്മുടെ സുരേഷ് ഗോപിയുടെ സാധ്യത എന്താണ്? സുരേഷ് ഗോപിയുടെ അത് പറയുമ്പോ തന്നെ നമുക്ക് ചിരിയാണ് വരുന്നത്. സുരേഷ് ഗോപി തന്നെ പറയുമ്പോ തന്നെ ആൾക്കാർ തന്നെ ചിരിച്ചു തുടങ്ങി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ആക്ടർ എന്നുള്ള നിലയിലുള്ള ഒരു തിളക്കമൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അതെന്തായാലും ഈ പ്രാവശ്യം എന്തായാലും ഉണ്ടാവില്ല. ഇപ്പൊ കൂടുതലും ജനങ്ങൾക്ക് സുരേഷ് ഗോപി ആരാന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. മണിപ്പൂരിനെ പറ്റിയിട്ട് ഒരു വാക്ക് പോലും പറയാണ്ടാണ് സുരേഷ് ഗോപി ഇവിടുന്ന് പോയി. അതൊക്കെ നോക്കാൻ അവിടെ ആണുങ്ങളുണ്ടെന്ന് പറഞ്ഞ തൃശ്ശൂര് ഒരു 35% ക്രിസ്തീയ വോട്ടുകൾ നിൽക്കണേ. അതാണ് ഈ ലക്ഷ്യം. ഈ ഓരോ പള്ളിയുടെ മുമ്പിലും ദൈവങ്ങളുടെ ഫോട്ടോ, അത് വെച്ചോട് കൂടി തന്നെ അവർ ഒന്നും അല്ലാണ്ടായി കഴിഞ്ഞു. ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷൻ ഭാഗത്തുനിന്നുള്ള പ്രസ്താവന പാലിയൂര് പള്ളി പൊളിക്കാൻ അവരാന്ന് പറയുന്നു. ഇപ്പൊ പുത്തമ്പള്ളിയുടെ കാര്യം പറയുന്നുണ്ട്, പുത്തമ്പള്ളി അവരാന്ന് പറയുന്നു. കേരളം എന്ന് പറഞ്ഞൊരു എല്ലാ മതക്കാരെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്, അല്ല ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പം അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇവിടെ വരാൻ പോണ തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരത്തിന് വന്നു കഴിഞ്ഞാൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് തൃശ്ശൂർ പൂരം. അതിപ്പോൾ ഒരു ഹിന്ദുക്കളെ മാത്രമായിട്ട് നടത്തുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇവിടെ പള്ളിയിൽ പുത്തമ്പള്ളിയിൽ പെരുന്നാളുകൾ വരുന്നുണ്ട്, ലൂർദ് പെരുന്നാളുകൾ വരുന്നുണ്ട്, എല്ലാ ആഘോഷങ്ങളും വരുന്നുണ്ട്. ഞാൻ ക്രിസ്ത്യനായാലും ഹിന്ദുക്കളുടെ എല്ലാ ആഘോഷങ്ങളും ഞാൻ മാത്രമല്ല, ഇവിടെ കേരളീയർ അങ്ങനെയാണ്. മുരളിക്ക് മുൻതൂക്കമുണ്ടോ? പരമ്പരാഗത വോട്ടിലാണ് വിശ്വാസം. സുരേഷ് ഗോപി എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. തൃശ്ശൂർ എടുക്കുന്നാണല്ലോ ആള് പറയുന്നത്. പിന്നെയും പൊന്തില്ല, അതല്ലേ ബുദ്ധിമുട്ട്. ആളെടുത്താൽ തന്നെ പൊന്തില്ല. ആര് ചോദിച്ചാലും സുരേഷ് ഗോപി വോട്ട് ചെയ്യലൊക്കെ എന്താണത്? ആള് വരട്ടെ, തൃശ്ശൂരിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. മാറ്റം വേണം. പക്ഷേ ഈ മണിപ്പൂർ പോലുള്ള വിഷയങ്ങളൊന്നും വേണ്ടിയിട്ടില്ലല്ലോ. അതൊന്നും നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യങ്ങളില്ല. നമുക്ക് സുരേഷ് ഗോപിന് ജയിക്കാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യും. തകൃതിയായിട്ട് നാരങ്ങ കച്ചവടം. പുളിയുള്ള ഐറ്റംസ് ആണ്. ചെറുനാരങ്ങ, വലിയ നാരങ്ങയുണ്ട്. ഇത് അച്ചാറിടുന്നല്ലേ? ചൂടുകാലല്ലേ? കച്ചവടം എങ്ങനെ ഉഷാറാണോ? കച്ചവടം കുഴപ്പമില്ല. ചൂട് കൂടിയോണ്ട് നാരങ്ങ കൂടുതൽ പോകുന്നുണ്ടോ? ചൂട് കൂടുതലുകൊണ്ട് നാരങ്ങ കണ്ടമാനം സെയിൽസ് അല്ലേ. അവിടെ നിൽക്കട്ടെ. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു കാര്യം? എങ്ങനെയാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം? ഇവിടെ ത്രികോണ മത്സരം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ 100% സുനിൽകുമാർ ജയിക്കും. അങ്ങനെ ത്രികോണ മത്സരം ഉണ്ടോ? മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾ എങ്ങനെയാ? മറ്റുള്ളവരിങ്ങനെ വെറുതെ മാർക്കറ്റിൽ ഇങ്ങനെ കറങ്ങി പോയുള്ളൂ. സുനിൽകുമാർ അതല്ല. സുനിൽകുമാർ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏതൊരാളെയും വ്യക്തമായിട്ട് അറിയാം. പിന്നെ ആളുടെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് വികസന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നാട്ടിലെ ഒരുവിധം എല്ലാവരും അറിയും, മണ്ഡലത്തിലെയും എല്ലാവരും അറിയും. ആരും അറിയാതിരിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ സുരേഷ് ഗോപിയോ? സുരേഷ് ഗോപി ആള് ഒരു സിനിമാ നടനാണ്. പിന്നെ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വലിയതായിട്ട് തോന്നില്ല. ഇപ്പോൾ വല്ല മെന്റലാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തോറ്റാലേ തൃശ്ശൂര് ത്രികോണ മത്സരമാണ്. ആര് ജയിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. കാരണം മുരളി TM പ്രതാപനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇതുണ്ടായിരുന്നു. പക്ഷേ പത്മജ മാറിയതുകൊണ്ട് വോട്ട് വിഘടിച്ച് പോകാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അത് ആ സ്റ്റേജ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ സുനിൽകുമാർ ഒരു ജനകീയനാണ്, നാട്ടുകാരനാണ്. ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല. മൊത്തം LDF സ്ഥാനാർത്ഥികൾ 20 പേരും ഗജലറ്റും കിട്ടിയ പൽപ്പനപ്പന്മാരാ. അതിലൊന്നും സംശയം വേണ്ട. കാരണം ഒരു സ്ഥാനാർത്ഥിനെ ഒഴിവാക്കിയിട്ട് വേറൊരു സ്ഥാനാർത്ഥിനെ പിടിക്കാൻ LDF-ലില്ല. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥി. നമ്മുടെ തൃശ്ശൂർ സുനിലേട്ടൻ എങ്ങനെയുണ്ട്? സുനിൽ പറയണ്ട, തൃശ്ശൂരിന്റെ അഭിമാന ചെറുപ്പിന്റെ അതിനൊക്കെ പറയാൻ വാക്കുകളില്ല. അതിനെ കുറിച്ച് അദ്ദേഹത്തെ ആളുകളാണ്. അതിനും സംശയം വേണ്ട. തൃശ്ശൂരെ മറ്റു സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്താ ചേട്ടൻ്റെ ഒരു അഭിപ്രായം? മറ്റേ സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി ഗ്യാരണ്ടി. ഒരു കുട്ടി വീണു, പരിസണ ഒരു കുട്ടി വീണു, കൂട്ടുപൊട്ടി, അതിന് കണ്ണാണ്. ആ കുട്ടി വേറൊരു കുട്ടിയോട് പറയണു, എന്നെ ഇത് ചെയ്യാനായിട്ട് പ്രാപ്തമാക്കിയ എൻ്റെ അമ്മയെ പ്രാപ്തമാക്കിയത് ആരാന്ന്. അത് മോദിജി. ആ പറ്റ കുട്ടി പറയാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആ കുട്ടിയുടെ അമ്മേനെ വെറും 2 കാര്യം ഉളത്തി നിൽക്കാൻ പഠിപ്പിച്ചത് മോദിജി.
നോക്ക് മാങ്ങ ചെത്തി പൂണ്ട് തിന്നുമ്പോ പച്ച മാങ്ങ മാങ്ങ രണ്ടിലൊടിക്ക് എത്തുമ്പോൾ അതിന്റെ പുളി അറിയാം എന്ന് പറഞ്ഞ മറ്റേ ആളായി സുരേഷ് സുനിൽകുമാർ ജയിച്ചു. ജയിച്ചു എന്ന് സംശയണ്ട. ജയിച്ചു, ഇപ്പം ജയിച്ചു. അവിടെ അങ്ങ് ഫുൾ ധൈര്യ നല്ല കാര്യം അങ്ങോട്ട് ചെയ്തിട്ടുള്ളൂ നമുക്ക്. അയ്യോ BJP കാര്യം പറയണ്ട. BJP വേണ്ട, മണിപ്പൂർ പോലെ ആക്കാനാ. ഇടതുപക്ഷത്തിന് ഇടതുപക്ഷം എന്ന് ഭരിക്കും അന്ന് തന്നെ കർഷകന് ഗുണം ഉണ്ടായിട്ടുള്ളൂ. കർഷകൻ ഞങ്ങൾക്ക് വെള്ളം കൊണ്ട് കൊടുത്തിട്ടാണ് നിൽക്കണം. നിങ്ങൾ കണ്ടില്ലേ, പാൻറ് വേണമെങ്കിൽ ഇടാം. അങ്ങനെ റോയൽറ്റി കിട്ടുന്ന കർഷകനല്ലേ. ആര് തന്നത്? ഞാൻ 100 രൂപ തന്നു. ഈ സുനിൽകുമാർ ജയിച്ചു പോയാൽ ഈ ഡൽഹി പാർലമെന്റിൽ അദ്ദേഹത്തിന് ശബ്ദം മുഴങ്ങുമെന്നുള്ള കാര്യത്തിൽ അന്തിക്കാട്ടുകാരൻ ആളായിട്ട് അടുത്ത് പഴകിയിട്ടുള്ളതും ആളായിട്ട് വളരെയധികം ബന്ധം വെച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് യാതൊരു സംശയവും എനിക്ക്. രണ്ട് വശത്തും കൊയ്ത്തിന് തയ്യാറായി നിൽക്കുന്ന പാടം, വിശാലമായ നെൽപ്പാടം, ഒരു വശത്ത് തോട്, അതിനിടയിലൂടെ നല്ലൊരു മൺപാത. എന്ത് തോന്നുന്നു? എന്താ തോന്നണ്ടേ? എനിക്കൊരു സത്യൻ അന്തിക്കാട് സിനിമ കാണുന്നല്ലോ തോന്നുന്നു. അതെ അല്ലേ? വളരെ സുന്ദരമായ കാഴ്ചകൾ. അത് ഏതൊക്കെയോ സിനിമകളിൽ കണ്ട ഒരു ലൊക്കേഷനിലൂടെ നമ്മുടെ ഇഷ്ടപ്പെട്ട പല കഥാപാത്രങ്ങളും സഞ്ചരിച്ച വഴിയിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ വോട്ട് ഓൺ വീൽസ് സഞ്ചരിക്കുന്ന പോലെ തോന്നുകയാണല്ലേ? എനിക്ക് തോന്നേ ഈ സത്യൻ അന്തിക്കാടിന്റെ സിനിമയ്ക്കകത്ത് വെറുതെ അല്ല ഈ ഗ്രാമീണ ഭംഗി ഇത്രയും വരുന്നത്. കാരണം ഈ അന്തിക്കാട് എത്ര സുന്ദരമാണ്. വളരെ സുന്ദരമായ ഒരു ഗ്രാമ അന്തരീക്ഷമാണ്. ഈ നന്മയും ഈ ഗ്രാമത്തിന്റെ നന്മയും വിശുദ്ധിയും ഒക്കെയാണ് VS സുനിൽകുമാർ എന്ന മനുഷ്യന് കിട്ടിയിരിക്കുന്നത് അല്ലേ? അദ്ദേഹത്തിന്റെ നാടാണ്. അതെ, ആ ഒരു സ്നേഹവും നന്മയും ഒക്കെ നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോഴും ഒക്കെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, നാട്ടുകാർ തിരിച്ച് അദ്ദേഹത്തോടും അതേ സ്നേഹം കാണിക്കുന്നു. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ നാടിന്റെ ഒരു നന്മ എല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ചെറിയ നാട്ടുവഴിയിലൂടെയുള്ള യാത്ര എങ്ങോട്ടാണെന്നറിയാമോ? എന്തായാലും ഒരു സർപ്രൈസ് സ്ഥലത്തേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സർപ്രൈസ് സ്ഥലത്തേക്കാണ് നമ്മുടെ ഈ യാത്ര എത്തുന്നത്. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരിടത്തേക്കാണ്. നീ ആ ബോർഡൊന്ന് നോക്കും. VS സുനിൽകുമാർ BA LLB അഡ്വക്കേറ്റ്. മനസ്സിലായില്ലേ? ഇനി എന്ത് മനസ്സിലാകാനല്ലേ? വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ മന്ത്രിയായ ആള്, ഞാനതാണ് നമ്മൾ ഈ പ്രിയപ്പെട്ട MLA ആയ ആള്. നമ്മുടെ രീതി അനുസരിച്ച് ഒരു സ്ഥലത്തെത്തുമ്പോൾ അതിന് ഇൻട്രോ ഒക്കെ പറയാറുണ്ടല്ലേ? പക്ഷെ ഇതിനെന്ത് ഇൻട്രോ ആണ് പറയേണ്ടത് എന്നുള്ളതാണ്. ആ കാഴ്ചകൾ തന്നെയാണ് അതിന്റെ ഏറ്റവും സാധാരണക്കാരായ അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് നമ്മൾ വരികയാണ്. ആ സമയത്ത് വളരെ സ്പെഷ്യലായ ഒരാൾ നമ്മുടെ കൂടെ. ആരാണ്? അമ്മ. അതെ. അമ്മ, എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. സുഖമായി പോകുന്നു. അപ്പൊ ഞങ്ങളൊന്ന് ഇവിടെ ഇരിക്കാം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷമൊക്കെ? നടക്കുന്നുണ്ട്. എന്താ സുനിയേട്ടൻ പറയുന്നത് വരുമ്പോ എല്ലാ ദിവസവും പോയിട്ട് വരുമ്പോ? അങ്ങനെ ഒന്നും ഞങ്ങളോട് ഒന്നും പറയില്ല. അമ്മയുടെ ആളുകളൊക്കെ പുറത്തിറങ്ങുമ്പോ എന്താ പറയുന്നത്? സുനിയേട്ടൻ ഇത്തവണ ജയിക്കുന്ന ഉറപ്പല്ലേ? എല്ലാവരും പറയുന്ന അങ്ങനെ. എല്ലാവരും പറയുന്ന അങ്ങനെയല്ല, ജയിക്കും കേട്ടോ, ഒരു സംശയം വേണ്ട. അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ, സുനിയേട്ടൻ ഇപ്പൊ എപ്പോഴും തിരക്കുള്ള ആളാണ്, വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ചോദിക്കുന്നതിൽ തന്നെ ഒരു അർത്ഥമില്ലാത്ത ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിലൊക്കെ തുടങ്ങിയപ്പോ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാവുന്ന സമയം ഏതാണ്? രാവിലെ ഇറങ്ങുമോ? ആളെ കിട്ടാറുണ്ടോ അമ്മയ്ക്ക്? രാവിലെ 6 മണിയാകുമ്പോഴേക്കും പോകും. ചിലപ്പോ 4 മണിക്ക് പോയ ദിവസമാണ്. അമ്മ, ഞങ്ങൾ സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്രിയായിരുന്ന ഒരാളുടെ വീട്, എത്രയോ തവണ MLA ആയ ഒരാളുടെ വീട്, ഒരു വളരെ സാധാരണമായൊരു വീട്. അതെന്താ ഒരു വീട് ഇച്ചിരി വലിയ വീട് പണിയണമെന്നൊക്കെ തോന്നിയിരുന്നോ? സുനിയേട്ടൻ എന്താ പറയാറ് അതിന്? വലിയ വീട് വേണം തോന്നിയിട്ടില്ല. ഈ ഇവിടെ ഇങ്ങനെ താമസിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം. ഇത് തന്നെ വലിയ സൗകര്യം. തൃശ്ശൂർ വന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അമ്മയുടെ മോനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് 100 നാവാണ്, വലിയ സ്നേഹമാണ്. അവൻ അങ്ങനെ എല്ലാവരോടും പെരുമാറും. വീട്ടിൽ പെരുമാറുന്നത് തന്നെയാണ്. വീട്ടിലായാലും ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു. ചെറുപ്പം മുതലേ അങ്ങനെ. നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുക. അമ്മയ്ക്ക് അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നാറ്? സന്തോഷം, ഏറ്റവും സന്തോഷം. മക്കളെ കുറിച്ച് നല്ല നമുക്ക് സന്തോഷം. അമ്മ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ കുറച്ചു നേരം വീട്ടിലിരിക്കുന്ന? എപ്പോഴെങ്കിലും പറയാറില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഇരിക്കൂല, പറഞ്ഞിട്ട് കാര്യമില്ല.
അന്ന് നമ്മൾ ഒരു അംബാസഡർ കാർ അവിടെ കിടക്കണ്ടല്ലോ, അതെന്താ അത്? അത് എൻ്റെ മോൻ ആദ്യം മേടിച്ചിട്ടുള്ള വണ്ടി MLA അത് പിന്നെ ഇപ്പോൾ ഓടിക്കില്ല, അത് ഇപ്പം അത് ഓടിക്കാറില്ലേ? ഓടിക്കില്ല, ഓടിക്കാൻ ആളില്ല, ആരും ഇല്ല ഇവിടെ എടുക്കാനായിട്ട്, പിന്നെ എടുക്കാറില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ എത്തിയതിനു ശേഷം ഒരു ആദ്യമായ ഒരു സമ്പാദ്യം സ്വന്തമാക്കിയത് അത് മാത്രം. അതന്നെ, അതിനപ്പുറത്തേക്കുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നു. അവിടെ കിടന്ന് കേടായി. അത് അവിടെ കിടന്ന് കേടായി. ഏറ്റവും വലിയ സമ്പാദ്യം ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്നതൊക്കെ ആയിരിക്കും. നാടിന്റെ ഈ സ്നേഹം തന്നെയാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇതിനും വലിയൊരു സമ്പാദ്യം ഇതുപോലൊരു മകനെ പോലെ അല്ലെ, ഇങ്ങനൊരു സമ്പാദ്യം വേറെ കിട്ടാനും ഉണ്ടാവില്ല. ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിക്കാൻ പറ്റിയതിലും. പൊക്കോട്ടെ അമ്മ, ഞങ്ങൾ എന്നാലും ഒരുപാട് സന്തോഷമാണ്. സുനിയേട്ടന്റെ വീട് കണ്ടല്ലേ? അതെ അതെ, അങ്ങനെ അന്തിക്കാട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. തൃശ്ശൂരിന്റെ വിശേഷങ്ങൾ അറിഞ്ഞ് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും തൃശ്ശൂരിലെ നല്ല വിശേഷങ്ങളാണല്ലോ ആളുകൾക്കൊക്കെ പറയാനുള്ളത്. ഒരു മിനിറ്റ് ഒന്ന് നിർത്തോ? 2 സൈക്കിളുകൾ കണ്ടോ? ശ്രദ്ധിച്ചില്ല. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് കേട്ടോ. ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ സുനിയേട്ടൻ്റെ വീട് വരെയൊക്കെ ഒന്ന് പോയി. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് നിങ്ങൾ ഈ സൈക്കിള് കണ്ടത്. എന്തായിരുന്നു? തൃശ്ശൂരിന്റെ ചങ്കാണ് സുനിച്ചേട്ടൻ, തൃശ്ശൂരിന്റെ ഹൃദയത്തിലാണ് സുനിൽകുമാർ. രണ്ടും കൊള്ളാം, നല്ല ക്യാപ്ഷൻസ് ആണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് മുതൽ ഇങ്ങനെയാണോ? അതാണ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ രാവിലെ വൈകുന്നേരത്തിലും പോകുന്നുണ്ട് കുറേ. പക്ഷേ നമ്മുടെ ആരോഗ്യവും നമ്മുടെ പ്രായവും. ഇതിപ്പോ പ്രചാരണത്തിന് മാത്രമായിട്ടാണോ? ഇപ്പോ മീറ്റിങ്ങുകൾ നടക്കുന്നു, ആ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാരും സുനിച്ചേട്ടനാണ് വിളിക്കുന്നത്. ഞാനും സുനിച്ചേട്ടനാണ് വിളിക്കുന്നത്. എന്തെങ്കിലും ആരെങ്കിലും വന്നിട്ട് പറഞ്ഞാൽ അത് സുനിച്ചേട്ടനൊക്കെ കണ്ടാവും. അങ്ങനെ മാധവൻ എങ്ങനെ വിളിക്കുക, എല്ലാവരും മാധവേട്ടൻ തന്നെ വിളിക്കുക. ആ മാധവേട്ടൻ സുനിൽകുമാറിനെ സുനിച്ചേട്ടനാണ് വിളിക്കുന്നത്. ചന്ദ്രപാലൻ. അതങ്ങ് പതിഞ്ഞു പോയല്ലേ സുനിച്ചേട്ടൻ എന്നുള്ള പേര്? അതെ, അങ്ങനെ പതിഞ്ഞു പോയി. നാട്ടില് ആരും എന്തുണ്ടായാലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകും. കഴിഞ്ഞ 15-17 വർഷമായി മന്ത്രിയായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും ഇത് രണ്ടും അല്ലാതെ ഇരിക്കുന്ന സമയത്തും ആളുകളും ജില്ല സുനിച്ചേട്ടൻ്റെ. ഇനിയിപ്പോ MP ആയിരിക്കുമ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ. ഇന്നലെ ഒരു പ്രശ്നം, മിനിഞ്ഞാന്നൊരു പ്രശ്നം ഉണ്ടായി. അവിടെ ഒരാളുടെ വീടിന്റെ കുറച്ച് വടക്കേ ഭാഗത്ത് ഒരു പശു പ്രസവിച്ചു. പശു പ്രസവിച്ചപ്പോ മായി വീഴും, അതോടെ ഗർഭപാത്രം കൂടി മണ്ണില വീണു പശുവിന്റെ. ഡോക്ടർമാരെ മുഴുവൻ വിളിച്ചു, ഒറ്റ ആൾ കൂട്ടാക്കിയില്ല. അപ്പൊ അവൻ അവസാനം തോന്നി സുനീൻ എന്ന് വിളിക്കാൻ. സുനിച്ചേട്ടാ ഇങ്ങനെ സംഭവം ഉണ്ടായി, എങ്ങനെ ഡോക്ടറെ ശരിയാക്കി തരാൻ. ആള് വിളിച്ചു, ഡോക്ടർ ഞാൻ അരമണിക്കൂറിൽ ഡോക്ടറെ എത്തുന്നറിഞ്ഞു. അരമണിക്കൂറിൽ 2 ആൾ വന്നു, ശരിയാക്കി കൊടുത്തു പോയി. എന്റെ ദൈവം എന്ന് പറഞ്ഞ ആള് ആ നേരത്തെ. അതേപോലെ ഞാൻ വരുമ്പോ മാധവേട്ടൻ ഇന്നലെ ദൈവം ഇറങ്ങി വന്നു. അപ്പൊ എന്താണെന്ന് ചോദിച്ചു. അവര് അമ്പലൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളാണ്. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും നോക്കിയ അപ്പോഴേ ഈ കഥാവും പറഞ്ഞു ദൈവം ഇറങ്ങി വന്ന പോലെ. അതെ, ഈ ചങ്കാണ് സുനിച്ചേട്ടൻ, ഹൃദയത്തിലാണ് സുനിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് നിങ്ങളോട് പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും തൃശ്ശൂരിൽ എന്താണ് മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നത്? സുനിച്ചേട്ടൻ ജയിക്കും. നല്ല വെയിലാണ്. സന്തോഷം കേട്ടോ. ശരി, പോയിക്കോളൂ.